ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ്. ഒരു 2.1 ആംപ്ലിഫയർ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു നമ്മുടെ ലോക്കൽ മാർക്കറ്റിലെല്ലാം കിട്ടുന്നൊരു ക്ലാസ് ഡി ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണെന്ന്. അപ്പോൾ ഇതൊരു 50 വാട്ട്സ് 2 സ്പീക്കറിന് ഒരു സ്പീക്കറിന് 50 വാട്ട്സ് വെച്ച് 50 + 50 2 സ്പീക്കറിനും കൂടെ 100 വാട്ട്സും ഒരു സബ്വൂഫറിന് 100 വാട്ട്സ് മൊത്തം 200 വാട്ട്സ് വെച്ച് ഒരു ക്ലാസ് ഡി ബോർഡ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലോട്ട് പരിചയപ്പെടാൻ പോകുന്നത്. മീൻസ് ഇതിൻ്റെ കണക്ഷൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഇതിനകത്ത് നമുക്ക് 12 DC 12 അല്ലെങ്കിൽ 24. ഞാൻ 12 ഉപയോഗിച്ച് നോക്കി, 24 ഉപയോഗിച്ചു. എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് 24 5 ആംപിയറിൻ്റെ ഇതിനകത്താണ് ഞാൻ കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. 12 വരുവാണെങ്കിൽ 12ൻ്റെ ഇച്ചിരി ആംപിയർ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ, ഈ ഇപ്പുറത്ത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ സബ് ഔട്ടാണ്. അപ്പോൾ ഇത് രണ്ടും സ്പീക്കർ ഔട്ടും. സബ് ഔട്ട് ഇത് പ്ലസും മൈനസും. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. ഇതിനകത്ത് 2 അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. USB ഓഡിയോ വെച്ചാൽ നമുക്ക് വേറൊരു മൊഡ്യൂൾ വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും, പിന്നെ ആക്സിനും, പിന്നെ ഇത് ബ്ലൂടൂത്തിൻ്റെ ഒരു മൊഡ്യൂൾ, 5 സംതിങ്ങിൻ്റെ ഒരു ബ്ലൂടൂത്ത്. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഈ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് നിങ്ങളടുത്ത് ഞാൻ കുറച്ച് നേരം ഉണ്ട്. ഈ പ്രൈസിലും ഇതിനകത്ത് നല്ലൊരു ക്വാളിറ്റി, നല്ല സൗണ്ടിനായാലും നല്ലൊരു ക്വാളിറ്റി വരുന്ന സാധനമാണ്. ഇതിനൊരു 1300 രൂപ 1400 രൂപ നമ്മുടെ ഈ മാർക്കറ്റിൽ 1300 1400 രൂപ ബഡ്ജറ്റ് വരും. എല്ലാ വീഡിയോയിലും ഇതിനകത്ത് പല റേറ്റും കാര്യങ്ങളും. പക്ഷേ ഞാൻ മേടിച്ച സ്ഥലത്ത് ഇതിന് ഇത്ര റേറ്റ് വരുന്നുള്ളൂ. ഒരു 1300 ഈ സാധനത്ത് റേറ്റ് വരുന്നുള്ളൂ. ഇനി കൂടുതലാണോ കുറവെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് ആ റേറ്റിലാണ് ഇത് കിട്ടിയത്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പറഞ്ഞൊരു 8 ഇഞ്ചിൻ്റെ ODXൻ്റെ സബ്വൂഫറും പിന്നെ 2 നോർമൽ സ്പീക്കറും അതാണ് ഉപയോഗിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഞാൻ വീഡിയോയിലോട്ട് ആഡ് ചെയ്തത് നമ്മളിത് കേട്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ സബ്വൂഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ പ്രൈസും എത്ര രൂപ റേറ്റും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഇതൊന്ന് കണക്ട് ചെയ്തിട്ടും വേറൊരു രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. Six, we like that shit, see.